നിന്റെ അമ്മാവൻ എന്നെ വിളിച്ചിരുന്നു, അഴകേശ അമ്മാവൻ. ഓ, അവിടെ ആരെ പുതിയ വാടകക്കാർ വരാൻ പോണെന്നോ? ദൈവമേ, ആരാണെന്നാവോ? നീ മനുഷ്യരോട് മിണ്ടാത്ത ആൾക്കാരാണെങ്കിൽ. അതെ, അല്ലെങ്കിൽ നിന്റെ ആങ്ങളെ ഒരുത്തനുണ്ടല്ലോ, അവൻ ഒന്ന് വിചാരിക്കണം, പെങ്ങളും അളിയനും ഒക്കെയാണ് അടുത്ത് താമസിക്കുന്നത്, അവരെ വിളിച്ചൊന്ന് പറയാം. അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇപ്പൊ കാര്യം അറിഞ്ഞല്ലോ, ആരെ വിളിച്ച് പറഞ്ഞിട്ടാണെങ്കിലും. ഞാൻ ഓർക്കണത് ആരെപ്പം അങ്ങോട്ട് വരാൻ പോണേന്നുള്ളതാ. നല്ല ആൾക്കാരായിരുന്നാ മതിയായിരുന്നു. ആ ഒരു തോന്നല് നിന്റെ ആങ്ങളയ്ക്ക് വേണ്ടത്. അതെങ്ങനെ? അവന് പൈസ എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങ് മരിക്കല്ലേ. ആര് വന്നാലെന്ത്, ആര് താമസിച്ചാലെന്ത്? ഇത്ര ആക്രാന്തം പിടിച്ചെടുത്തന്നെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അയ്യോ, പൈസക്ക് ആക്രാന്തം ഇല്ലാത്ത ഒരാള് അവനെന്താ ആൾക്കാരുടെ ഉള്ളിൽ കയറിയിരുന്ന് നോക്കോ നല്ലതാണോ ചീത്തയാണോന്ന്, അല്ലെങ്കിൽ ഇന്റർവ്യൂ ചെയ്യോ? എടി, ഒരുതരം ആൾക്കാരെ കണ്ടറിയല്ലോ. നേരത്തെ ഒരുതരം താമസിപ്പിച്ചിരുന്നല്ലോ, അവനെ കുറിച്ച് ഒന്നും അന്വേഷിക്കാത്തത്. അതെങ്ങനെ അന്വേഷിക്കും? ഓ, അങ്ങനെ സഹകരിക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ ആ വാതിൽ അങ്ങ് അടച്ചിടും. അല്ലാതെ കൂടുതൽ എന്റെ ആങ്ങളെ കുറ്റം പറയേണ്ട കാര്യം. നീ വാതിൽ അടച്ചിട്ട് ഇവിടെ ഇരിക്കുള്ളൂ. പക്ഷെ ഞാൻ അങ്ങനെ ഇരിക്കൂല. ഞാൻ അപ്പോഴും ഇവിടുന്ന് കെട്ടി എന്റെ തറവാട്ടിലേക്ക് പോകും, പാലായിലേക്ക്. എന്തോന്നാണ് വലിയ വർത്താനം? കാലത്ത് രണ്ടും കൂടെ വഴക്കാണോ? അയ്യോ, ഞങ്ങള് കെട്ടിയവരും കെട്ടിയുള്ളവരും കൊച്ചു വർത്താനം പറയണം. അതിനെ ഞങ്ങൾ വഴക്ക് കൂടണം. ഇനി അല്ല, ഞാൻ വരുമ്പോഴെപ്പോഴും നിങ്ങൾ വഴക്കൂടുന്നതാണ് കണ്ടിട്ടുള്ളത്. അമ്മേ, നമ്മുടെ വീട് വാടകയ്ക്ക് എടുക്കാൻ പോകുന്നുണ്ടോ? ആര്? അയ്യോ, ഞാനല്ല. നിങ്ങളുടെ ആങ്ങളെയും നിങ്ങളുടെ മോനും കൂടെ ചേർന്നിട്ട് ആർക്കോ വാടകയ്ക്ക് കൊടുക്കാൻ പോണുണ്ട്. ആരാന്നൊന്നും എനിക്കറിയാം. ആരായാലും നല്ലത് തന്നെ. അല്ല, നമ്മളെ അമ്പിളിക്കുട്ടനെ പോലെ ആരെങ്കിലും ആയിരുന്നാ മതിയായിരുന്നു. ഞാൻ അതാ പറഞ്ഞോണ്ടിരുന്നത്. അത് ഇഷ്ടപ്പെടണില്ല. അമ്പിളിക്കുട്ടൻ നിങ്ങൾക്കല്ല, ഈ ലോകത്ത് നിങ്ങളെ കണ്ടിട്ടുള്ള ഏറ്റവും മഹത് വ്യക്തിയാണ് ഈ അമ്പിളിക്കുട്ടൻ അല്ലേ. വേറെ ആരും നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് കാണാൻ പാടില്ലാന്ന് വിചാരിച്ചിട്ട് അയാൾക്ക് ഒരു കുഴപ്പമില്ല. നല്ല ആൾക്കാരോട്ട് സഹവസിക്കണം, അതിന്റെ കുഴപ്പമായത്. അയ്യോടാ, അസൂയയും കുശുമ്പും ദുഷ്ടതയും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അമ്മ എനിക്ക് അല്ല, ഇപ്പൊ ഈ വീട് വാടക കൊടുക്കേണ്ട എന്ത് കാര്യമാണ്? അമ്മ ഇവിടെയുണ്ട്, അമ്മാവനുണ്ട്, പിന്നെ എന്തെടുക്കാനാണ് ഈ വാടക കൊടുക്കുന്നത്? ഞാൻ അങ്ങോട്ട് പോവത്തില്ലേ, വീട് കിടന്ന് നശിച്ചു പോകണ്ടല്ലോ എന്ന് കരുതി ആയിരിക്കും കൊടുക്കുന്നത്. അത് കൊടുക്കട്ടെ, അത് നല്ലതല്ലേ? ഇത് അതൊന്നും അല്ല അമ്മ, ഇതൊന്നും അല്ല. ഇത് ആക്രാന്തമാണ്. ആക്രാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് പൈസ ഇടണം. നമ്മുടെ മോനായോണ്ട് പറയണല്ല, പൈസ എന്ന് പറഞ്ഞാൽ ആക്രാന്തം തന്നെ. പക്ഷെ ഞാനൊക്കെ ഉണ്ടല്ലോ, കുടുംബത്തിൽ പറഞ്ഞവരാണ്. ഞങ്ങൾക്ക് ഇച്ചിരി അഭിമാനമുണ്ട്. ഇവിടെ എങ്ങനെ കണ്ടവരെയൊന്നും കയറി താമസിപ്പിക്കാൻ പറ്റൂല. കുടുംബത്തിൽ പറഞ്ഞ കാര്യമൊന്നും പറയാതിരിക്കാൻ നല്ലത്. യോഗമില്ല എന്റെ കുടുംബത്തിലോട്ട് കയറണം. അതാണ്, നല്ല കുടുംബത്തിലൊന്നും കാലുകുത്താനുള്ള യോഗമില്ല. ഇവിടെ കിടക്കാനേ വിധിയുള്ളൂ. നീയും കൂടെ ആലോചിച്ചിട്ട് അവൻ എന്തെങ്കിലും ചെയ്യത്തുള്ളൂ. എന്നോട് എന്താ ആലോചിക്കുക? ഇന്നവരെ എന്നോട് എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അല്ല, അത് നീ വാടകക്കാരെ താമസിപ്പിക്കുക, നീ വല്ല നുണയും പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ടാണ് അവന് പേടി, അല്ലാതൊന്നും. അതെ, ഞാനൊരു അന്തസ്സുള്ള ഒരു നസറാണിയാണ് കേട്ടോ. ഞങ്ങൾ ഇത്തരം തരം താഴ്ന്ന പരിപാടിക്കൊന്നും പോവാറില്ല.